Hi friends, എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും Eduglobe PSCയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSCയുടെ ഏറ്റവും പുതിയ തീരുമാനം അഥവാ തീരുമാന യോഗത്തിന്റെ അറിയിപ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളിൽ എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതായത് 2021 ഡിസംബർ 6 ചേർന്ന കമ്മീഷൻ യോഗം തീരുമാനമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും ഈ യോഗ തീരുമാനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ അഥവാ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ്. അത് ആദ്യമേ തന്നെ നമുക്ക് നോക്കാം. ജനറൽ അഥവാ സംസ്ഥാന തലത്തിലുള്ള വിജ്ഞാപനം ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ വിജ്ഞാപനം ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ മൈക്രോബയോളജി, കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡിൽ സോയിൽ സർവേ ഓഫീസർ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, സ്റ്റാറ്റിസ്റ്റിക്സ്, പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വെൽഡർ, പട്ടികജാതി വികസന വകുപ്പിലെ യോഗ്യതയുള്ള ജീവനക്കാരിൽ നിന്നും തസ്തിക മാറ്റം മുഖേന അതോടൊപ്പം തന്നെ തസ്തിക മാറ്റം മുഖേനയുള്ള ജീവനക്കാരുടെ അഭാവത്തിൽ നേരിട്ടുള്ള നിയമനം, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ ഡ്രില്ലിംഗ് അസിസ്റ്റന്റ്, ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ജയിൽ വകുപ്പിൽ അസിസ്റ്റന്റ്, പ്രിസൺ ഓഫീസർ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസ് ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റന്റ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ലബോറട്ടറി അസിസ്റ്റന്റ് ജനറൽ സൊസൈറ്റി കാറ്റഗറി, EDP അസിസ്റ്റന്റ് പാർട്ട് 1, 2 ജനറൽ സൊസൈറ്റി കാറ്റഗറി, അതുപോലെ മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ പാർട്ട് 1, 2 ജനറൽ സൊസൈറ്റി കാറ്റഗറി, സർക്കാർ മേഖലയിലെ വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, അതുപോലെ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അതായത് അക്കൗണ്ടന്റ് ഓർ ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ഓർ അക്കൗണ്ട്സ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ് മാനേജർ ഓർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, അക്കൗണ്ടന്റ് ഗ്രേഡ് 2 ഓർ സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നിങ്ങനെ ഈ തസ്തിക അറിയപ്പെടും. അപ്പോൾ അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്. അപ്പോൾ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ ലാസ്റ്റ് ഗ്രേഡ് LGS, ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരുപാട് ഒഴിവുകളുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സംസ്ഥാന തലത്തിലുള്ള വിജ്ഞാപനം ജനറൽ കാറ്റഗറിയിൽ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കും. അതോടൊപ്പം തന്നെ ജനറൽ ജില്ലാ തലത്തിൽ വരുമ്പോൾ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി തസ്തിക മാറ്റം മുഖേന, വിവിധ ജില്ലകളിൽ എക്സൈസ് വകുപ്പിൽ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം, എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി എന്നിവ ജില്ലാ തലത്തിലുള്ള വിജ്ഞാപനമായിട്ട് വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വരുമ്പോൾ സംസ്ഥാന തലത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ പട്ടികജാതി പട്ടികവർഗം, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പട്ടികജാതി പട്ടികവർഗം, വ്യവസായ പരിശീലന വകുപ്പിൽ UD സ്റ്റോർ കീപ്പർ പട്ടികജാതി പട്ടികവർഗം. ഇതിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. അടുത്ത സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തിൽ വരുമ്പോൾ ഇടുക്കി ജില്ലയിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ലബോറട്ടറി അസിസ്റ്റന്റ് പട്ടികവർഗം, പത്തനംതിട്ട, തൃശ്ശൂർ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പട്ടികവർഗം തസ്തികകളിലായിട്ട് വിജ്ഞാപനം ഉടനെ വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ NCA റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ ഭാരതീയ ചികിത്സ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ വിഷ ചികിത്സ 1ാം NCA മുസ്ലിം, മൃഗസംരക്ഷണ വകുപ്പിൽ വെറ്റിനറി സർജൻ ഗ്രേഡ് 2, 2ാം SCCC, പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയൻ 1ാം NCA, SCCC മുസ്ലിം, കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അക്കൗണ്ട്സ് ഓഫീസർ 2ാം NCA ഈഴവ തീയ ബില്ലവ സൊസൈറ്റി കാറ്റഗറി, ജയിൽ വകുപ്പിൽ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 1ാം NCA മുസ്ലിം, കോഓപ്പറേറ്റീവ് കെയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 1ാം NCA ഈഴവ തീയ ബില്ലവ പട്ടികജാതി മുസ്ലിം LCAI OBC സൊസൈറ്റി കാറ്റഗറി, കേരള വാട്ടർ അതോറിറ്റിയിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 1ാം NCA LCAI OBC മുസ്ലിം. എന്നിങ്ങനെയാണ് NCA റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ. അതോടൊപ്പം NCA റിക്രൂട്ട്മെന്റ് ജില്ലാതലം വരുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS 3ാം NCA പട്ടികവർഗം, കോഴിക്കോട് കാസർഗോഡ് ജില്ലയിലെ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോ 6ാം NCA, SCCC മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോ 7ാം NCA, SCCC വയനാട് ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 1ാം NCA പട്ടികജാതി,
തൃശ്ശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് 2ാം NCA ഈഴവ തെയ്യ ബില്ലവ. മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു 9ാം NCA പട്ടികവർഗം. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി 1ാം NCA SCCC. കൂടുതൽ വിവരങ്ങൾ ഡിസംബർ 15 PSC ബുള്ളറ്റിനിൽ ലഭിക്കും എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ഭാഗത്തേക്ക് കിടക്കാം. അതായത് യോഗ തീരുമാനത്തിൻ്റെ മറ്റ് ഭാഗം എന്ന് പറയുമ്പോൾ അഭിമുഖം നടത്തും എന്നുള്ള ഭാഗമാണ്. അഭിമുഖം ഏതൊക്കെ തസ്തിക നോക്കുക. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ അനാട്ടമി 2ാം NCA വിശ്വകർമ്മ കാറ്റഗറി നമ്പർ 157/2001. അടുത്തായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഫാർമക്കോളജി 1ാം NCA പട്ടികജാതി കാറ്റഗറി നമ്പർ 225/2021. അടുത്തായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കാർഡിയോളജി 2ാം NCA വിശ്വകർമ്മ കാറ്റഗറി നമ്പർ 227/2021. അടുത്തായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കാർഡിയോളജി 2ാം NCA പട്ടികജാതി കാറ്റഗറി നമ്പർ 228/2021. അതോടൊപ്പം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ജനറൽ മെഡിസിൻ 2ാം NCA ഹിന്ദു നാടർ കാറ്റഗറി നമ്പർ 317/2021. അടുത്തായിട്ട് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS 1ാം NCA LC AI SI UC നാടാർ OBC ഇഴവ തീയ ബില്ലവ. വിശ്വകർമ്മ കാറ്റഗറി നമ്പർ 175/2020, 176/2020, 177/2020, 179/2020, 181/2020. KSI NCയിൽ ബോട്ട് റാങ്ക് NCA ഈഴവ തീയ ബിയ ബില്ലവ കാറ്റഗറി നമ്പർ 140/2016. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ HSST ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് പട്ടികവർഗം കാറ്റഗറി നമ്പർ 248/2020. എന്നീ തസ്തികകളിൽ അഭിമുഖം ഉടൻ തന്നെ നടത്തുമെന്ന് PSC യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള പോലീസ് ഫിംഗർ ആൻഡ് പ്രിന്റ് ബ്യൂറോ വകുപ്പിൽ ഫിംഗർ പ്രിന്റ് സെർച്ചർ കാറ്റഗറി നമ്പർ 139/2020. പൊതുമരാമത്ത് ജലസേന വകുപ്പിൽ 1ാം ഗ്രേഡ് ഓവർസിയർ 1ാം ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ കാറ്റഗറി നമ്പർ 481/2020. ആലപ്പുഴ ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 421/2019. അടുത്തായിട്ട് വിവിധ ജില്ലകളിൽ പട്ടികജാതി വികസന വകുപ്പിൽ കുക്ക് 1ാം NCA മുസ്ലിം OBC ധീവര വിശ്വകർമ്മ പട്ടികജാതി LC AI കാറ്റഗറി നമ്പർ 180/2019, 181/2019, 182/2019, 183/2019, 186/2019, 185/2019. അടുത്തായിട്ട് വരുന്നത് കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ജൂനിയർ ഓവർസിയർ സിവിൽ കാറ്റഗറി നമ്പർ 213/2020. അതായത് KTDCയിൽ അക്കൗണ്ടൻ്റ് കാറ്റഗറി നമ്പർ 404/2019. അതുപോലെ തന്നെ KTDCയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ കാറ്റഗറി നമ്പർ 134/2021. ലാസ്റ്റ് KSIDCയിൽ അക്കൗണ്ടൻ്റ് കാറ്റഗറി നമ്പർ 415/2019. എന്നീ തസ്തികകളിൽ ഉടൻ തന്നെ തസ്തികയുടെ സാധ്യത പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും. ഏതൊക്കെ വകുപ്പിലാണ് ഏതൊക്കെ തസ്തികയ്ക്കാണെന്ന് നോക്കാം. ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ 2ാം NCA SCCC കാറ്റഗറി നമ്പർ 168/2021. ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ 1ാം NCA വിശ്വകർമ്മ കാറ്റഗറി 169/2021. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അറബിക് കാറ്റഗറി നമ്പർ 288/2019. അടുത്തായിട്ട് കാസർഗോഡ് ജില്ലയിൽ ജുഡീഷ്യൽ ക്രിമിനൽ വിങ് വകുപ്പിൽ കന്നഡ ട്രാൻസ്ലേറ്റർ കാറ്റഗറി നമ്പർ 274/2018. അടുത്തായിട്ട് വിവിധ വകുപ്പിൽ ഡ്രൈവർ ഗ്രേഡ് 2 HDV 1ാം NCA ഹിന്ദു നാടാർ പത്തനംതിട്ട LC AI കണ്ണൂർ കാറ്റഗറി നമ്പർ 477/2019, 478/2019. എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലെ ഗവൺമെൻറ് ആയുർവേദ കോളേജുകളിൽ നഴ്സ് ഗ്രേഡ് 2 ആയുർവേദം കാറ്റഗറി നമ്പർ 325/2019. അടുത്തായിട്ട് ജലസേചന വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ ഓർ അസിസ്റ്റന്റ് ഡയറക്ടർ സിവിൽ പട്ടികവർഗം കാറ്റഗറി നമ്പർ 210/2019. എന്നീ തസ്തികകളുടെ ചുരുക്കപ്പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അടുത്തായിട്ട് ഓൺലൈൻ പരീക്ഷ നടത്തും. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2 പ്രോസ്തറ്റിക്സ് ഓർത്തോട്ടിക്സ് ഓർ ലെതർ വർക്ക്സ് കാറ്റഗറി നമ്പർ 484/2020 എന്ന തസ്തികയുടെ ഓൺലൈൻ പരീക്ഷ ഉടൻ തന്നെ നടത്താൻ തീരുമാനമായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വിജ്ഞാപന പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അതായത് ഈ വിവരം ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതിനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങൾക്ക് പ്രയോജനകരമായി എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക.
അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത അറിയിപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.